ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ മഹിയുടെ വാക്കുകൾ കേട്ട ഗംഗ വിഷമത്തോടെ പറയുന്നു, ഇത് തെറ്റിദ്ധാരണയാണെന്നും ഇതിന്റെ സത്യാവസ്ഥ തെളിയിക്കേണ്ടത് എന്റെ ബാധ്യതയാണ് എന്നും ഗംഗ അറിയിച്ചു. അതിനുശേഷം മഹിയുമായി ഗംഗ നേരെ ഗൗരിയുടെ സഹായത്തോടെ ആ ഹോട്ടലിലേക്ക് എത്തുന്നു. അയാളുടെ നാവിൽ നിന്ന് തന്നെ ഗൗരി സത്യം പറയിപ്പിക്കുന്നു. മഹി അയാളെ എടുത്ത് പെരുമാറിയതോടെ ഗംഗയും നകുലും അവിടെ ചെന്നിരുന്നുവെന്നും ഗംഗയും നകുലുമായിട്ടുള്ള ബന്ധം അത് മഹിയെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ആ ഹോട്ടൽ ഉടമയ്ക്ക് പണം നൽകി ആ റിസപ്ഷനിസ്റ്റ് അങ്ങനെ പറഞ്ഞതാണ് എന്നുമുള്ള സത്യം മഹിയെ ബോധ്യപ്പെടുത്തുന്നു. അതിനുശേഷം മഹി ഗംഗയോട് കൂടുതൽ അടുത്തു തുടങ്ങുമ്പോ ഗംഗ തന്റെ ആവശ്യം ഗംഗയിൽ മാളുവിലൂടെ മഹിക്ക് മുന്നിൽ അവതരിപ്പിക്കണം. ശ്രേയ വീണ്ടും മഹിയുടെ മുന്നിൽ ഗൗരിയുടെ ആത്മാവ് തന്റെ ദേഹത്തെ പ്രവേശിച്ചതായി വന്ന് അഭിനയിക്കുകയും ഞാൻ ശ്രേയയല്ല ഗൗരിയാണ് എന്ന് പറഞ്ഞ് മഹിയോട് കൂടുതൽ അടുപ്പം കാണിക്കാനായും ശ്രമിക്കുന്നു. അതിനെക്കുറിച്ച് മഹിയോട് ഗംഗ സംസാരിക്കുകയും ശ്രേയയുടെ ദേഹത്ത് കയറിയിരിക്കുന്ന ഗൗരിയുടെ ആത്മാവിനെ പുറത്താക്കുന്നതിന് വേണ്ടി ആ ബാധ ഒഴിപ്പിക്കുന്നതിനായി ഒരു മന്ത്രവാദിയെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് സംസാരിക്കണോ. അവസാനം മഹി അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് മന്ത്രവാദി കൊണ്ടുവരണമെന്നത് നിർബന്ധമാണോ? അത് ശരിവെച്ചുകൊണ്ട് മാളുവും ഗംഗയും തലയാട്ടുന്നതോടെ അവസാനം ഗംഗ പറഞ്ഞ് ഏർപ്പാട് ചെയ്ത തെക്കേ ഇല്ലത്തെ നാരായണ ഭട്ടതിരി അവിടേക്ക് എത്തിച്ചേരുന്നു. ഇക്കാര്യം അറിയുന്ന ദേവയാനിയും ഹൈമവതിയും ആകെ ടെൻഷനിലായി. ശ്രേയയുടെ ദേഹത്ത് ഗൗരിയുടെ ആത്മാവ് പ്രവേശിച്ചിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഗൗരിയുടെ ആത്മാവ് തന്റെ ദേഹത്ത് പ്രവേശിച്ചിട്ടുള്ളതായി മഹിയെ ബോധ്യപ്പെടുത്തണമെന്ന് ശ്രേയയോട് ഹൈമവതി പറയുന്നു. അതോടൊപ്പം ആ മാന്ത്രിക കളത്തിനരികിലേക്ക് ശ്രേയെ കൊണ്ടുവന്നിരുത്തുന്നതോടെ ഗൗരി മനസ്സിൽ പറഞ്ഞു, എന്തായാലും നിന്റെ ദേഹത്ത് ഞാൻ കയറിയിട്ടുണ്ടെന്നല്ലേ പറയുന്നത്, അതുകൊണ്ട് തന്നെ നിനക്കിട്ട് ഞാൻ നല്ല പണി തരുന്നുണ്ട് എന്ന് ഗൗരിയുടെ ആത്മാവും മനസ്സിൽ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുന്നു. അതിനുശേഷം ശ്രേയയെ ആ മന്ത്രവാദ കളത്തിന് മുന്നിൽ ഇരുത്തുന്നതോടെ നകുലിനെ വിളിച്ച് ശ്രേയ നേരത്തെ തന്നെ മറ്റൊരു കാര്യം ഏർപ്പാട് ചെയ്യുന്നു. അന്ന് ദിവസം കൈലാസത്തിൽ പൂജ നടക്കുന്ന ആ സമയത്ത് മറ്റുള്ളവരുടെ ശ്രദ്ധ ആ പൂജയിലേക്ക് മാത്രമാകുമ്പോൾ ആ തക്ക സമയത്ത് നകുലിന്റെ ആളുകൾ അവിടെ എത്തി ഗംഗയെ തട്ടിക്കൊണ്ടു പോകണമെന്ന് ശ്രേയ അറിയിച്ചതോടെ നകുൽ അതിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്യുന്നു.